റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് നമുക്ക് ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും? ഒന്ന് ഈ പറഞ്ഞ ഓക്സിജൻ ഓർഗൻസിലേക്ക് നടക്കും. അതെ, ഓക്സിജൻ ഓർഗൻസിലേക്ക് എത്തും. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാം. അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ തന്നെ അമോണിയ പോലത്തെ സബ്സ്റ്റൻസിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബ്ലഡിന്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറേ ഫങ്ഷൻസ് റെസ്പിറേഷൻ വഴി നമുക്ക് സാധ്യമായി കിട്ടുന്നുണ്ട്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം അതിൽ ഏതൊക്കെ പാർട്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ് റെസ്പിറേറ്ററി സിസ്റ്റം? നോസ്. നോസ്. നോസിൽ നിന്ന് അകത്തേക്ക് നേസൽ ക്യാവിറ്റി, ഉള്ളിലേക്ക് പോകുന്ന പോർഷൻ നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റിയിൽ നിന്ന് ബാക്കിലേക്ക് വരുമ്പോൾ ഫാരിങ്സ്. പിക്ചറിൽ ഐഡന്റിഫൈ ചെയ്തോണം ഇതൊക്കെ. നോസ്, നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഫാരിങ്സിന് താഴത്തേക്ക് ലാരിങ്സ്, ലാരിങ്സിന് താഴത്തേക്ക് ട്രക്കിയ, ട്രക്കിയ ഡിവൈഡ് ചെയ്ത് മാറുന്ന ബ്രോങ്കൈ, ബ്രോങ്കൈ ചെറിയ ചെറിയ ബ്രോങ്കിയോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫൈനലി ആൽവിയോളൈ, ലങ്സ്. അപ്പൊ ഇത്രയാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അനാറ്റമിക്കൽ പാർട്സ് എന്ന് പറയുന്നത്. നോസ്, നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, ആൽവിയോളൈ ആൻഡ് ലങ്സ്. ഇത്രയാണ് ഇതിന്റെ പാർട്സ്. ഓരോ പാർട്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് നോസ് ആൻഡ് നേസൽ ക്യാവിറ്റി. അപ്പൊ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു പോർഷനാണ് നോസ്. അതിന്റെ ഉള്ളിലേക്കുള്ളത് നേസൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് പാർട്ട് ഉണ്ടല്ലേ നോസ്. ആ രണ്ട് പാർട്ടിനെ തമ്മിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന പോർഷനെയാണ് സെപ്റ്റം, നേസൽ സെപ്റ്റം എന്ന് പറയുന്നത്. പാൻറ്റീരിയർലി അത് ഹൈലൻ കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നേസൽ ക്യാവിറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈലൻ കാർട്ടിലേജ്. അതിന്റെ രണ്ട് പാർട്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന പോർഷനെ നമ്മൾ നേസൽ സെപ്റ്റം എന്ന് പറയും. പിന്നെ അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഹെയർ കാണാൻ പറ്റും അല്ലെ? നേസൽ ക്യാവിറ്റിക്കുള്ളിൽ ഹെയർ കാണാൻ പറ്റും. അത് നമുക്ക് ആവശ്യമില്ലാത്ത ഡസ്റ്റ് ഒക്കെ കയറുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യാൻ ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ടാണ് ആ ഒരു ഹെയർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നോസ് നേസൽ ക്യാവിറ്റിയിൽ സെപ്റ്റം, ഡിവൈഡ് ചെയ്യുന്ന പോർഷൻ നേസൽ സെപ്റ്റം എന്ന് പറയും. then അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഹയലിൻ കാർട്ടിലേജ് വെച്ചിട്ടാണ്. ഇപ്പൊ നോസ്ട്രൽസ് എന്താണ്? നോസ്ട്രൽസ് നോസ്ട്രൽസ് കേട്ടിട്ടുണ്ടോ? നോസ്ട്രൽസ് ആ ഫ്രണ്ട് പോർഷൻ തന്നെയാണ്. നമ്മൾ ആ ഹെയർ കാണുന്ന പോർഷൻ ഇല്ലേ, അതിനെയാണ് നോസ്ട്രൽസ്, അല്ലെങ്കിൽ പറയുന്ന വേറൊരു പേരാണ് ആന്റീരിയർ നെയേഴ്സ് എന്ന് പറയുന്നത്. നേസൽ ക്യാവിറ്റിയുടെ ഉള്ളിലേക്ക് ബാക്കിലേക്ക് പറയുന്ന പേരാണ് പോസ്റ്റീരിയർ നെയേഴ്സ്. അപ്പൊ ഫ്രണ്ടിൽ കാണുന്ന ഒരു പോർഷനാണ് നോസ്ട്രൽസ് അല്ലെങ്കിൽ ആന്റീരിയർ നെയേഴ്സ്. ഉള്ളിലേക്ക് ബാക്കിലേക്ക് കാണുന്നതാണ് പോസ്റ്റീരിയർ നെയേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നോസ് ആൻഡ് നേസൽ ക്യാവിറ്റി. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ ഏതാണ് നേസൽ ക്യാവിറ്റിക്ക് ശേഷം? ഫാരിങ്സ്. ഇപ്പൊ ഫാരിങ്സ് എന്ന് പറയുമ്പോൾ നോസിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറി താഴത്തേക്ക് വരുന്ന ആ ഒരു പോർഷനാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ത്രോട്ട്, തൊണ്ടയുടെ ആ പോർഷനിലായിരിക്കും ഈ ഫാരിങ്സ് വരുന്നത്. അപ്പോൾ ഫാരിങ്സ് ഇസ് ദ പാർട്ട് ഓഫ് ത്രോട്ട് ദാറ്റ് ഇസ് ബിഹൈൻഡ് ദ മൗത്ത് ആൻഡ് നേസൽ ക്യാവിറ്റി ആൻഡ് എബവ് ദ ഈസോഫാഗസ് ആൻഡ് ലാരിങ്സ്. ഇപ്പോൾ ഈ ഫാരിങ്സ് എന്ന് പറയുന്ന ഒരു കോമൺ പാസേജ് ആണ് ഫുഡിനും അതുപോലെ തന്നെ എയറിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് താഴത്തേക്ക് ഇപ്പോൾ ഫുഡാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഈസോഫാഗസിലേക്ക് പോകും, എയർ ആണെങ്കിൽ ലാരിങ്സിലേക്ക് പോകും. അപ്പോൾ ഫാരിങ്സ് നോസ് 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 ആൻഡ് നേസൽ ക്യാവിറ്റിക്ക് ശേഷം വരുന്ന പോർഷനാണ് ഫാരിങ്സ്. ഒരു 12 to 14 സെന്റിമീറ്റർ ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ്റ്റൻഷൻ 12 to 14 സെന്റിമീറ്റർ, അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് എവിടെ എന്നാണ്? സ്കൾ ബേസിൽ നിന്ന് 6th cervical vertebra. 6th cervical vertebra എന്ന് പറയുമ്പോൾ കഴുത്തിന്റെ പോർഷൻ വരല്ലേ വരുന്നുള്ളൂ. ഇപ്പൊ സ്കളിന്റെ ബേസിൽ നിന്നും 6th cervical vertebra വരെയാണ് ഫാരിങ്സിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പൊ എയർ നോസ് വഴി ഇപ്പൊ ഫാരിങ്സിലേക്ക് വന്നിട്ടുണ്ട്. ഫാരിങ്സ് എന്ന് പറയുമ്പോൾ ത്രോട്ടിന്റെ ആ പോർഷനിലായിട്ടാണ് ഫാരിങ്സ് വരുന്നത്. ഒരു 12 to 14 സെന്റിമീറ്റർ ആണ് ലെങ്ത്. ബേസ് ഓഫ് സ്കളിൽ നിന്ന് 6th cervical vertebra വരെയാണ് ഫാരിങ്സിന്റെ എക്സ്റ്റൻഷൻ പറയുന്നത്. ഈ ഫാരിങ്സിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. നേസോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാരിഞ്ചോഫാരിങ്സ്. നേസോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാരിഞ്ചോഫാരിങ്സ്, ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം.
അപ്പൊ ഈ ആ ഒരു കളേർഡ് പോർഷനിൽ കാണിച്ചിട്ടുള്ളതാണ് 3 പാർട്സ്. അത് മൊത്തത്തിലാണ് ഫാരിങ്സ് എന്ന് പറയുന്നത്. 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നേസോഫാരിങ്സ് നോക്കാം. നേസോഫാരിങ്സ് എവിടെയാണ്? നമ്മൾ നേസൽ ക്യാവിറ്റി പറഞ്ഞതിന്റെ ബാക്കിലേക്ക് വരുന്ന പോർഷനാണ് നേസോഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങോട്ടത്തേക്ക് തന്നെയാണ് ചെവിയിൽ നിന്നുള്ള യൂസ്റ്റേഷ്യൻ ട്യൂബ് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നതും ഈ നേസോഫാരിങ്സിലേക്ക് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഫാരിങ്സിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നേസോഫാരിങ്സ്. നേസോഫാരിങ്സ് നോസിൽ നിന്ന് ബാക്കിലേക്ക് വരുന്ന ആ ഒരു പോർഷനാണ് നേസോഫാരിങ്സ്. നേസോഫാരിങ്സിലേക്ക് തന്നെയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ടോൺസിൽസ് ഉണ്ടല്ലോ, ടോൺസിൽസ് കേട്ടിട്ടുണ്ടോ? ടോൺസിലൈറ്റിസ്, ടോൺസിൽസ് ഒക്കെ കേട്ടിട്ടില്ലേ? ഇപ്പൊ ടോൺസിൽസ് ഇതുപോലെ ഓരോ ടൈപ്പ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഫാരഞ്ചൽ ടോൺസിൽസ് അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് അഡിനോയിഡ്സ്. അപ്പൊ അഡിനോയിഡൈറ്റിസ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ഫാരഞ്ചൽ ടോൺസിൽസിന്റെ വേറൊരു പേരാണ് അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. ഫാരഞ്ചൽ ടോൺസിൽസ് കാണുന്നത് നേസോഫാരിങ്സിലാണ്. അപ്പൊ നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആയിരിക്കത്തില്ല, കുറച്ചുകൂടെ ഉള്ളിലേക്കായിട്ടാണ് വരുന്നത് ഈ ഫാരഞ്ചൽ ടോൺസിൽസ് അല്ലെങ്കിൽ അഡിനോയിഡ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നേസോഫാരിങ്സ്. നേസൽ ക്യാവിറ്റിയിൽ നിന്ന് തൊട്ട് ബാക്കിലേക്ക് വരുന്ന പോർഷനാണ് നേസോഫാരിങ്സ്. അതിൽ യൂസ്റ്റേഷ്യൻ ട്യൂബും വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഈ നേസോഫാരിങ്സിലേക്കാണ്. തന്നെ അവിടെ ഉള്ളൊരു സ്ട്രക്ചറാണ് ഫാരഞ്ചൽ ടോൺസിൽസ് അല്ലെങ്കിൽ അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഫംഗ്ഷൻ, ഈ ടോൺസിൽസിന്റെ ഒരു ഫംഗ്ഷൻ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള പാർട്ടാണ് ടോൺസിൽസ് എന്ന് പറയുന്നത്. അത് നെയ്സോഫാരിങ്സിനെ പറ്റിയിട്ട് അത്രയും കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ട്, ഫാരിങ്സിന്റെ രണ്ടാമത്തെ പാർട്ട് ഓറോഫാരിങ്സ്. ഓറോഫാരിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മൗത്തിൽ നിന്ന് ബാക്കിലേക്ക് വരുന്ന പോർഷനാണ് ഓറോഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് പാലറ്റൈൻ ടോൺസിൽസ് കാണുന്നത്. നമുക്ക് വായ തുറന്നിട്ട് കാണാൻ പറ്റുന്ന ടോൺസിൽസ്, അതാണ് പാലറ്റൈൻ ടോൺസിൽസ് എന്ന് പറയുന്നത്. അത് മൗത്തിൽ നിന്ന് ബാക്കിലേക്ക് വരുന്നതാണ് ഓറോഫാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് സെക്കൻഡ് പാർട്ട്. ഇനി തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ലാരിഞ്ചോഫാരിങ്സ്. ലാരിഞ്ചോഫാരിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ലാരിങ്സിന്റെ മുകളിലേക്കുള്ള, ഫാരിങ്സിന്റെ ലാസ്റ്റ് പോർഷനാണ് ലാരിഞ്ചോഫാരിങ്സ് എന്ന് പറയുന്നത്. ഫാരിങ്സിന്റെ ഏറ്റവും താഴത്തെ വരുന്ന പോർഷനാണ് ലാരിഞ്ചോഫാരിങ്സ്. അപ്പൊ അതിനുശേഷം അത് എങ്ങോട്ടത്തേക്കാണ്? ഒന്നുകിൽ ഫുഡ് ആണെങ്കിൽ ഈസോഫാഗസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. അത് ലെയർ ആണെങ്കിൽ ലാരിങ്സിലേക്കായിരിക്കും എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫാരിങ്സിന്റെ 3 പാർട്സ് എന്ന് പറയുന്നത്: നെയ്സോഫാരിങ്സ്, ഓറോഫാരിങ്സ് ആൻഡ് ലാരിഞ്ചോഫാരിങ്സ്. ഓക്കെ, ക്ലിയർ ആണോ ഫാരിങ്സ് വരെ? ക്ലിയർ ആണ് മാം. മാം കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആക്കാവോ? സ്പീഡ് കുറയ്ക്കാനാ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഫാരിങ്സ് ആണ് പറഞ്ഞത്. ഫാരിങ്സ് നോസിൽ നിന്ന് ബാക്കിലേക്ക് വരുന്ന പോർഷനാണ് ഫാരിങ്സ്. ത്രോട്ടിന്റെ ആ റീജിയനിലായിരിക്കും ഫാരിങ്സ് വരുന്നത്. ഒരു 12 to 14 സെന്റിമീറ്റർ ആയിരിക്കും ലെങ്ത് വരുന്നത്. അപ്പോൾ സ്കൾ ബേസിൽ നിന്ന് 6th സെർവിക്കൽ വെർട്ടിബ്ര വരെയാണ് എക്സ്റ്റൻഷൻ ഫാരിങ്സിന്റെ. അപ്പോൾ ഫാരിങ്സിന് 3 പാർട്സ് ആണ്: നെയ്സോഫാരിങ്സ്, ഓറോഫാരിങ്സ്, ലാരിഞ്ചോഫാരിങ്സ്. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ഫാരിങ്സിനെ ഡിവൈഡ് ചെയ്യാം. അതിന്റെ ഒരു പൊസിഷൻ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഏറ്റവും മുകളിൽ നോസിന്റെ ബാക്കിലായിട്ട് വരുന്നത് നെയ്സോഫാരിങ്സ്. നെയ്സോഫാരിങ്സ് പറയുമ്പോൾ അതിനകത്ത് ഫാരഞ്ചൽ ടോൺസിൽസ് അല്ലെങ്കിൽ അഡിനോയിഡ്സ് ഉണ്ടെന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ യൂസ്റ്റേഷ്യൻ ട്യൂബ് വന്ന് ഓപ്പൺ ചെയ്യുന്നത് എങ്ങോട്ടത്തേക്കാണെന്ന് ചോദിച്ചാൽ നെയ്സോഫാരിങ്സിലേക്കാണ്. ചെവിയിൽ നിന്നുള്ള യൂസ്റ്റേഷ്യൻ ട്യൂബ് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് ഓറോഫാരിങ്സ്. ഓറോഫാരിങ്സ് എന്ന് പറയുന്നത് മൗത്തിന് ബാക്കിലേക്കുള്ള എക്സ്റ്റൻഷൻ ആണ് ഓറോഫാരിങ്സ്. മൗത്തിന് പുറകിലായിട്ട് വരുന്ന ആ ഒരു ഫാരിങ്സിന്റെ സെക്കൻഡ് പാർട്ടാണ് ഓറോഫാരിങ്സ് എന്ന് പറയുന്നത്. അവിടെ വരുന്നൊരു സ്ട്രക്ചറാണ് പാലറ്റൈൻ ടോൺസിൽസ്. അടുത്ത ഏറ്റവും താഴത്തെ പോർഷൻ, ലാസ്റ്റ് പാർട്ട് ലാരിഞ്ചോഫാരിങ്സ്. ലാരിങ്സിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന പോർഷൻ ആയിരിക്കും ലാരിഞ്ചോഫാരിങ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഫാരിങ്സിന്റെ 3 പാർട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് ഏതാണ്? നേസൽ ക്യാവിറ്റി, ഫാരിങ്സ്. നെക്സ്റ്റ് പാർട്ട് ഏതാണ്? ലാരിങ്സ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലാരിങ്സ്. ലാരിങ്സിന്റെ വേറൊരു പേര് വോയിസ് ബോക്സ്. വോയിസ് ബോക്സ് എന്ന് പറയും ലാരിങ്സിനെ. നമ്മൾ വോയിസ് പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ഈ ലാരിങ്സ് എന്ന് പറയുന്നത്. കാർട്ടിലേജസ് ആണല്ലേ ലാരിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്, കാർട്ടിലേജസ് വെച്ചിട്ടാണ്.
അപ്പൊ ഈ ലാരിങ്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് റൂട്ട് ഓഫ് ദ ടങ്ങിൽ നിന്ന് താഴത്തേക്കാണ്. ടങ്ങിന്റെ ബാക്കിൽ നിന്ന് താഴത്തേക്കാണ് ലാരിങ്സിന്റെ എക്സ്റ്റൻഷൻ വരുന്നത്. നമ്മൾ പറഞ്ഞു ലാരിഞ്ചോ ഫാരിങ്സ് വന്ന് നിൽക്കുന്നത് ലാരിങ്സിലായിട്ടായിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഒരു തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് സെർവിക്കൽ വെർട്ടിബ്ര വരെ ആയിരിക്കും ലാരിങ്സിന്റെ എക്സ്റ്റൻഷൻ വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ഒരു 4 സെർവിക്കൽ വെർട്ടിബ്ര വരെയാണ് ലാരിങ്സിന്റെ എക്സ്റ്റൻഷൻ വന്ന് നിൽക്കുന്നത്. ലാരിങ്സ് മെയിൽസിൽ കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ ആഡംസ് ആപ്പിൾ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? അപ്പൊ അത് ലാരിങ്സിന്റെ ഒരു പാർട്ടിനാണ് ഈ ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ മെയിൽസിൽ ത്രോട്ടിൽ നോക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി ലാരിങ്സിന്റെ പാർട്സ് നോക്കാം. ലാരിങ്സ്, പാരിങ്സ് വന്ന് നിന്നു, പാരിങ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് താഴത്തേക്ക് ലാരിങ്സ് പിന്നെ ട്രക്കിയ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിന് രണ്ടിനും ഇടയിലായിട്ട്, പാരിങ്സിനും ട്രക്കിയയ്ക്കും ഇടയിൽ വരുന്ന പോർഷനാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലാരിങ്സ് ഇസ് ഫോംഡ് ബൈ കാർട്ടിലേജസ് കൊണ്ടാണ് ലാരിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെ കാർട്ടിലേജസ് ആണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. കാർട്ടിലേജസിന്റെ എല്ലാം പേര് പഠിച്ചു വെക്കുക. അപ്പൊ കാർട്ടിലേജസ് ഏതൊക്കെയാണെന്ന് നോക്കുക. എപ്പിഗ്ലോട്ടിസ്, തൈറോയ്ഡ് കാർട്ടിലേജ്, അരച്ചിനോയ്ഡ് കാർട്ടിലേജ്, ക്രിക്കോയ്ഡ് കാർട്ടിലേജ് ആൻഡ് കോർണിക്കുലേറ്റ് കാർട്ടിലേജ്. ഇതിൽ ആദ്യത്തെ 4 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എപ്പിഗ്ലോട്ടിസ്, തൈറോയ്ഡ് കാർട്ടിലേജ്, അരച്ചിനോയ്ഡ് കാർട്ടിലേജ് ആൻഡ് ക്രിക്കോയ്ഡ് കാർട്ടിലേജ്. ഇവർ 4 പേരും ഒന്നും കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും 5 കാർട്ടിലേജസ് വെച്ചിട്ടാണ് ലാരിങ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കുക. എപ്പിഗ്ലോട്ടിസ്, തൈറോയ്ഡ് കാർട്ടിലേജ്, അരറ്റിനോയ്ഡ് കാർട്ടിലേജ്, ക്രിക്കോയ്ഡ് കാർട്ടിലേജ് ആൻഡ് കോർണിക്കുലേറ്റ് കാർട്ടിലേജ്. ഇതിനകത്ത് പെയർഡ് ആയിട്ട് കാണുന്ന കാർട്ടിലേജ് പറയാമോ ഏതാണ്? രണ്ടെണ്ണമായിട്ട് കാണുന്നത് തൈറോയിഡ്, അരറ്റിനോയ്ഡ് കാർട്ടിലേജ് ആണ് പെയർഡ് ആയിട്ട് കാണുന്നത്. ഒരു ബ്ലൂ ഷെയ്ഡിൽ കാണിച്ചിട്ടുണ്ട്. തൈറോയ്ഡ് കാർട്ടിലേജ് നോക്കുക, 2 പാർട്ടായിട്ടല്ല നിൽക്കുന്നത്. രണ്ട് പീസ് ഉണ്ട്, പക്ഷെ അത് വന്ന് ഫ്യൂസ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? രണ്ടായിട്ട് നിൽക്കുകയല്ലല്ലോ, ഒന്നിച്ചാണ് നിൽക്കുന്നത്. 2 പീസ് വന്നിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് തൈറോയ്ഡ് കാർട്ടിലേജ്. ഒരു ബ്രൗൺ ഷെയ്ഡിൽ കാണിച്ചിട്ടുള്ളതാണ് തൈറോയ്ഡ് കാർട്ടിലേജ്. ശരറ്റിനോട് കാർട്ടിലേജ് നോക്കുക, ഒരു സ്കൈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. അരറ്റിനോട് കാർട്ടിലേജ് പെയർഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ ഒരു പൊസിഷൻസ് നോക്കുക. കവർ ചെയ്തിട്ട് തൈറോയ്ഡ് കാർട്ടിലേജ് നിൽപ്പുണ്ട്. അത് 2 പീസ് ഇങ്ങനെ വന്ന് ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും. ഏറ്റവും ഫ്രണ്ടിലായിട്ട് നമ്മൾ ത്രോട്ടിനകത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വന്നിട്ടുള്ളത് തൈറോയ്ഡ് കാർട്ടിലേജ് ആണ്. തൈറോയ്ഡ് കാർട്ടിലേജിന് ബാക്കിലേക്കാണ് ബാക്കിയുള്ളവർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൊരു ഗ്രീൻ കളറിൽ ലീഫ് ഷേപ്പ് എപ്പിഗ്ലോട്ടിസ് നോക്കാം. എപ്പിഗ്ലോട്ടിസ് ആണ് ആ ഒരു ഗ്രീൻ കളറിൽ ലീഫ് ഷേപ്പ് ആണ് പറയുന്നത്. അപ്പോൾ തൈറോയ്ഡ് കാർട്ടിലേജിന്റെ ഇന്നർ സർഫസിൽ ലീഫ് ഷേപ്പിൽ കാണുന്ന കാർട്ടിലേജ് ആണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഈ എപ്പിഗ്ലോട്ടിസ് ഒരു ഫൈബ്രോ ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്, അതായത് മൂവബിൾ ആണ്. എപ്പിഗ്ലോട്ടിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? GIT എപ്പിഗ്ലോട്ടിസിന്റെ ഫംഗ്ഷൻ എന്താ? ഫുഡിനെ എയർ പൈപ്പിലേക്ക് പോവാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട്. അതല്ലേ, ഇതിങ്ങനെ ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുകയോ ചെയ്യുന്നില്ലേ? ആ ഒരു ഫുഡ് എൻ്റർ ചെയ്യാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുകയോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മൂവ്മെന്റ് പോസിബിൾ ആക്കത്തക്ക രീതിയിൽ ഫൈബ്രോ ഇലാസ്റ്റിക് കാർട്ടിലേജ് വെച്ചിട്ടാണ് എപ്പിഗ്ലോട്ടിസ് ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഏറ്റവും വലുത് ഏതാണ്? ഇസ് ദ മോസ്റ്റ് പ്രോമിനന്റ്. തൈറോയ്ഡ് കാർട്ടിലേജ് ആണ് മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള കാർട്ടിലേജ് എന്ന് പറയുന്നത്. 2 ഫ്ലാറ്റ് പീസ് ഓഫ് ഹയലിൻ കാർട്ടിലേജ് ഫ്യൂസ് ചെയ്തിട്ട് ഏറ്റവും ഫ്രണ്ടിലായിട്ട് വരുന്നതാണ് തൈറോയ്ഡ് കാർട്ടിലേജ്. അപ്പൊ അതാണ് നമ്മൾ ഈ നോക്കുമ്പോൾ പ്രോമിനന്റ് ആയിട്ട് ഫ്രണ്ടിൽ കാണുന്നത്. തൈറോയ്ഡ് കാർട്ടിലേജിനെ പറയുന്ന വേറൊരു പേരാണ് ആദംസ് ആപ്പിളിന്. ഓക്കെ, അപ്പൊ ആദംസ് ആപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ തൈറോയ്ഡ് കാർട്ടിലേജ് ആണ് ആദംസ് ആപ്പിൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ലാരിഞ്ചൽ കാർട്ടിലേജസിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള കാർട്ടിലേജും തൈറോയ്ഡ് കാർട്ടിലേജ് ആണ്. ഈ തൈറോയ്ഡ് കാർട്ടിലേജിന് താഴെ ആ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് ക്രിക്കോയ്ഡ് കാർട്ടിലേജ്. ക്രിക്കോയ്ഡ് കാർട്ടിലേജിന്റെ മുകളിലേക്ക് അതിന്റെ ഒരു അപ്പർ പാർട്ടിൽ
വന്നിട്ടിരിക്കുന്നതാണ് അരറ്റിനോട് കാർട്ടിലേജ്. അരറ്റിനോട് കാർട്ടിലേജ് ആണ് പെയർഡ് ആയിട്ടുള്ള കാർട്ടിലേജ്. അരറ്റിനോട് കാർട്ടിലേജ് ഒരു പിരമിഡൽ ഷേപ്പിൽ വരുന്ന പെയർഡ് ആയിട്ട് പ്ലേസ്ഡ് ഓൺ എവിടെയാണ് അരറ്റിനോട് കാർട്ടിലേജ് പ്ലേസ് ചെയ്തിട്ടുള്ള എവിടെയാണ്? ക്രിക്കോയ്ഡ് കാർട്ടിലേജിന്റെ മേൽ. ക്രിക്കോയ്ഡ് കാർട്ടിലേജിന്റെ മുകളിലായിട്ടാണ് അരറ്റിനോട് കാർട്ടിലേജ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ദെൻ എപ്പിഗ്ലോട്ടിസിനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക. ലീഫ് ഷേപ്ഡ് ആയിരിക്കും, ഫൈബ്രോ ഇലാസ്റ്റിക് കാർട്ടിലേജ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ തൈറോയ്ഡ് കാർട്ടിലേജിന്റെ ഇന്നർ സർഫസിലേക്ക് വരുന്നതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലാരിഞ്ചിയൽ കാർട്ടിലേജസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നോസ് ആൻഡ് നേസൽ ക്യാവിറ്റി എന്നാണ് തുടങ്ങിയത്. അവിടെ സെപ്റ്റം എന്താണെന്ന് ഉള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ ഫാരിങ്സ്, ഫാരിങ്സിന്റെ ലെങ്തും എക്സ്റ്റൻഷനും ഓർത്തിരിക്കുക. 12 to 14 സെന്റിമീറ്റർ ആണ് ലെങ്ത്. എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് സ്കൾ ബേസിൽ നിന്ന് 6th cervical vertebra വരെയാണ് വരുന്നത്. ദെൻ അതിന്റെ 3 പാർട്സ് ഫാരിങ്സിനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നേസോ ഫാരിങ്സ്, ഓറോ ഫാരിങ്സ് ആൻഡ് ലാരിഞ്ചോ ഫാരിങ്സ്. Then next part is larynx. ലാരിങ്സിന്റെ അതർ നെയിം എന്ന് പറയുന്നത് വോയിസ് ബോക്സ് എന്നാണ് പറയുന്നത്. ദെൻ അത് എവിടുന്ന് എവിടെ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്? C3 to C6 വരെയാണ്. 3rd cervical vertebra തുടങ്ങിയിട്ട് 6th cervical vertebra വരെയാണ് ലാരിങ്സ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാരിങ്സ് കാർട്ടിലേജ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 കാർട്ടിലേജസ് ആണ് വരുന്നത്. എപ്പിഗ്ലോട്ടിസ്, തൈറോയ്ഡ് കാർട്ടിലേജ്, അരറ്റിനോഡ് കാർട്ടിലേജ്, ക്രിക്കോയ്ഡ് കാർട്ടിലേജ് ആൻഡ് കോർണിക്കുലേറ്റ് കാർട്ടിലേജ്. തൈറോയ്ഡ് കാർട്ടിലേജ് ആണ് മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ട് ഫ്രണ്ടിലേക്ക് കാണുന്നത്. അതർവൈസ് നോൺ ആസ് ആദംസ് ആപ്പിൾ എന്ന് പറയും. ദെൻ പെയർഡ് ആയിട്ട് കാണുന്നത് അരറ്റിനോയിഡ്. അരറ്റിനോയിഡ്. ലീഫ് ഷേപ്പിൽ വരുന്നത് എപ്പിഗ്ലോട്ടിസ്. ഇത്രയാണ് ലാരിങ്സ്. ഇനി നെക്സ്റ്റ് പാർട്ട് ഏതാണ്? ട്രക്കിയ. ട്രക്കിയ അല്ലെങ്കിൽ ട്രക്കിയ അതർവൈസ് നോൺ ആസ് വിൻ പൈപ്പ് എന്ന് പറയും. അതായത് നമ്മൾ എയർ പാസ് ചെയ്ത് പോകുന്ന ഒരു പൈപ്പ് പോലുള്ള സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ആണ് ട്രക്കിയ എന്ന് പറയുന്നത്. സോ അപ്പൊ വിൻ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്രക്കിയ. ട്രക്കിയ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ലാരിങ്സിൽ നിന്നാണ് അല്ലേ? ലാരിങ്സ് വന്ന് എൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് പാർട്ടാണ് ട്രക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എ കണ്ടിന്യൂവേഷൻ ഓഫ് ലാരിങ്സ്. ദെൻ താഴത്തേക്ക് വന്നിട്ട് T5 5th thoracic vertebra. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. T5 5th thoracic vertebra ലെവലിൽ വന്നിട്ട് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ട്രക്കിയ വന്ന് 5th thoracic vertebra ലെവലിൽ വന്നിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. രണ്ട് പാർട്സിനെ നമ്മൾ ബ്രോങ്കൈ എന്ന് പറയും. പ്രൈമറി ബ്രോങ്കൈ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്രൈമറി ബ്രോങ്കൈ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അവർ ഡിവൈഡ് ചെയ്യുന്ന പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. T5 5th thoracic vertebra ലെവലിൽ വന്നിട്ട് ട്രക്കിയ ഡിവൈഡ്സ് ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കൈ. ഓക്കെ, ട്രക്കിയയുടെ ലെങ്ത് ഈസ് 10 to 11 സെന്റിമീറ്റർ ആണ് ട്രക്കിയയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ട്രക്കിയ നോക്കുമ്പോഴത്തേക്കും ട്രക്കിയയിൽ ഇങ്ങനെ ഒരു റിങ് ആയിട്ട് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലെ പിക്ചറിൽ എനിക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഇങ്ങനെ ഓരോ റിങ്സ് ആയിട്ട് കാണാൻ പറ്റും, ഒരു C ഷേപ്ഡ് റിങ്സ്. ഈ റിങ്സ് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റ് മീൻസ് ബാക്കിലേക്ക് വരുമ്പോൾ ഇത് ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ബാക്കിലേക്ക്, ഫ്രണ്ടിൽ മാത്രം അത് ക്ലിയർ കട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് റിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. ബാക്കിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ ഇപ്പൊ ട്രക്കിയയിൽ ഇൻകംപ്ലീറ്റ് C ഷേപ്ഡ് റിങ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇപ്പൊ ട്രക്കിയ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻകംപ്ലീറ്റ് C ഷേപ്ഡ് റിങ്സ്. ഒരു 16 to 20 നമ്പേഴ്സ് റിങ്സ് ഒക്കെ ഒരു ട്രക്കിയയിൽ വരാം. അപ്പൊ ഇത് കാർട്ടിലേജസ് ആണ് ഈ റിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ബാക്കിൽ കണക്റ്റഡ് ആയിരിക്കും. ഇവരെല്ലാവരെയും കൂടെ ഒന്നിച്ച് ഫ്യൂസ് ചെയ്തിരിക്കും. ഫൈബ്രസ് ടിഷ്യൂ വെച്ചിട്ട് ഫ്യൂസ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. ഈ ട്രക്കിയയിലും സിലിയേറ്റഡ് എപ്പിത്തീലിയം ആണ് വരുന്നത്. സിലിയേറ്റഡ് എപ്പിത്തീലിയം കാരണം ഇത് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ട്രക്കിയയിൽ സിലിയേറ്റഡ് എപ്പിത്തീലിയം ആയിരിക്കും കാണുന്നത്. ഇപ്പൊ ട്രക്കിയെ പറ്റി പറയുമ്പോൾ വിൻ പൈപ്പ് എന്നുള്ള കാര്യം ആലോചിക്കുക. ലാരിങ്സിന്റെ അവിടെ തുടങ്ങിയിട്ട് T5 വരെയാണ് ട്രക്കിയുടെ എക്സ്റ്റൻഷൻ. T5 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്രൈമറി ബ്രോങ്കി ആയിട്ട് മാറുന്നത്.
ട്രക്കിയുടെ ലെങ്ത് ഈസ് അബൌട്ട് 10 to 11 സെന്റിമീറ്റർ ആണ് ട്രക്കിയുടെ ലെങ്ത് വരുന്നത്. then it is made up of cartilages, incomplete സി ഷേപ്ഡ് റിങ്സ് ആയിട്ടാണ് പറയുന്നത്. കാർട്ടിലേജസ് ആണ് ഈ റിംഗ് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ആണ്. ഇൻകംപ്ലീറ്റ് അത് എടുത്തു പറയാൻ കാരണം ഇനി നമ്മൾ ബ്രോങ്കയിൽ വരുമ്പോൾ അവിടെ ഇതുപോലെ റിംഗ് വരുന്നുണ്ട്, പക്ഷെ അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ള റിംഗ് ആണ് വരുന്നത്. സോ അപ്പോൾ ട്രക്കിയയിൽ ഇൻകംപ്ലീറ്റ് സി ഷേപ്ഡ് റിങ്സ് വെച്ചിട്ടാണ് ട്രക്കിയ ഫോം ചെയ്തിരിക്കുന്നത്. 16 to 20 നമ്പേഴ്സ് ഒക്കെ വരാം ആ ഒരു റിങ്. ഓക്കെ, അപ്പൊ ട്രക്കിയ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. Okay, അപ്പൊ നോസ്, nasal cavity. The next part is pharynx. Pharynx ന്ന് larynx, trachea. അടുത്ത പാർട്ട് ഏതാണ്? Bronchi. Primary bronchi. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്രൈമറി bronchi. അപ്പൊ അത് ഏത് ലെവലിൽ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ട്രക്കിയ? T5 ഫിഫ്ത്ത് thoracic vertebra ലെവലിൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്രൈമറി ബ്രോങ്കി ആയിട്ട് മാറും. ഇനി പ്രൈമറി ബ്രോങ്കി പോയിട്ടാണ് ലങ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ലങ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വീണ്ടും ചെറിയ ചെറിയ ഡിവിഷൻസ് ആവും. അപ്പോൾ അതിന് ബ്രോങ്ക്യൂൾസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലങ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പ്രൈമറി ബ്രോങ്കി ആയിട്ടായിരിക്കും എൻ്റർ ചെയ്യുന്നത്. നമ്മൾ ലെഫ്റ്റും റൈറ്റും നോക്കുമ്പോഴത്തേക്കും റൈറ്റ് ബ്രോങ്കസ് ലെഫ്റ്റിനേക്കാളും ഷോർട്ടായിരിക്കും, വൈഡ് ആയിരിക്കും. ലെഫ്റ്റിനേക്കാളും റൈറ്റിന് നീളം കുറവായിരിക്കും, പക്ഷെ ഒന്നുകൂടി വൈഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇത് വലത് സൈഡിലത് വലുതായിരിക്കും എന്ന് ആലോചിക്കാം. റൈറ്റ് ബ്രോങ്കെ ഒന്നും കൂടി വൈഡ് ആയിരിക്കും ലെഫ്റ്റിനേക്കാളും, പക്ഷെ ലെങ്ത് കുറവായിരിക്കും. അപ്പൊ അതിന്റെ ഒരു റീസൺ എന്താണെന്ന് പറയാമോ? ലെഫ്റ്റ് ലങ്ങിന് ഹാർട്ടിന് ഹോൾഡ് ചെയ്യുന്നത്. ലെഫ്റ്റ് റൈറ്റ് ലങ്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റൈറ്റ് ലങ്ങാണോ ലെഫ്റ്റ് ലങ്ങാണോ ഹെവി ആയിട്ട് വലുതായിട്ടുള്ളത്? കമ്പാരിറ്റീവ്ലി വൈഡ് ആയിട്ടും വെയിറ്റ് കൂടുതലായിട്ടുള്ളത് ഏത് ലങ്ങാണ്? റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? റൈറ്റ് ലങ്ങ്. റൈറ്റ് ലങ്ങാണ് അല്ലേ? അപ്പൊ അതിലേക്ക് കുറച്ചുകൂടെ വൈഡ് ആയിട്ട് സപ്ലൈ വേണ്ടി വരും. അതിനാണ് റൈറ്റ് ബ്രോങ്കസിനെ കുറച്ചുകൂടെ വലുതായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ അവിടെ എന്താണ് ഹാർട്ടും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ലങ്സിന്റെ ആ സൈഡിലായിട്ട് ഹാർട്ടും കൂടെ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ ഹാർട്ടിൽ നിന്നുള്ള അയോട്ടിക് ആർച്ച് ഒക്കെ പോകുന്നുണ്ട്. അതിൽ ഇടയിലൂടെ വേണം ഈ ബ്രോങ്കസിന് ലെഫ്റ്റ് ലങ്ങിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ നാരോ ആയിട്ടായിരിക്കും പോകുന്നത് ലെഫ്റ്റ് സൈഡിലത്. സോ അപ്പോൾ റൈറ്റ് ബ്രോങ്കസ് ഈസ് വൈഡർ ആൻഡ് ഷോർട്ടർ ദാൻ ലെഫ്റ്റ് ബ്രോങ്കസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ട്രക്കിയയിൽ കാണുന്ന പോലെ തന്നെ ബ്രോങ്കയിലും റിങ്സ് കാണുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കംപ്ലീറ്റ് റിങ്സ് അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഓരോരോ റിംഗ് ആയിട്ടായിരിക്കും ബ്രോങ്കയിൽ ഇത് കാണുന്നത്. അപ്പൊ ഇത്രയാണ് ബ്രോങ്കയെ പറ്റി പറയാനുള്ളത്. T5 ലെവലിൽ വെച്ചിട്ട് ട്രക്കിയെ ഡിവൈഡ് ചെയ്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രോങ്കെ ആയിട്ട് മാറും. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കെ. ആ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കെ കറസ്പോണ്ടിങ് ലങ്സിലേക്ക് എൻ്റർ ചെയ്യും. കറസ്പോണ്ടിങ് ലങ്സിലേക്ക് എൻ്റർ ചെയ്താൽ അത് പിന്നെ സെക്കൻഡറി ടെർഷ്യറി ഡിവിഷൻസ് ഒക്കെ ആവും. അപ്പൊ ആ ഡിവിഷൻസിന് ബ്രോങ്കിയോൾസ് എന്ന് പറയും. ഇനി റൈറ്റ് ബ്രോങ്കസ് ലെഫ്റ്റിനേക്കാളും എന്താണ് ഷോർട്ട് ആണോ ലോങ് ആണോ? റൈറ്റ് ബ്രോങ്കസ് ഷോർട്ടാണ്. ഷോർട്ട് ആണ്. വൈഡ് ഏതാണ്? റൈറ്റ് ആണോ വൈഡർ ആണ്? റൈറ്റ് അല്ലേ? റൈറ്റ്. അപ്പൊ റൈറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്ററേ ഉള്ളൂ. ലെഫ്റ്റിലേക്ക് വരുമ്പോൾ 5 സെന്റിമീറ്റർ ഉണ്ട്. ഏതാണ്ട് പകുതിയേ ഉള്ളൂ റൈറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രക്കിയ കഴിഞ്ഞു. ബ്രോങ്കെ വന്നിട്ട് ബ്രോങ്ക്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദെൻ ഫൈനലി എൻസിൻ ആൽവിയോളെ. ആൽവിയോളെ അല്ലെങ്കിൽ ആൽവിയോളെ പറയുന്ന വേറൊരു പേരാണ് എയർ സാക്സ് എന്ന് പറയുന്നത്. ബ്രോങ്കയുടെ ടെർമിനേഷൻ പോയിന്റ് ആണ് ഈ ആൽവിയോളെ എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളയിലാണ്. ആൽവിയോളെ ഒരു തിൻ ലെയർ ഓഫ് എപ്പിത്തീലിയൊക്കെ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലൂടെ ഈസി ആയിട്ട് എയർ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്സിജനെ കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും.
ഫൈനലി ടെർമിനേഷൻ പോയിന്റ് ഈസ് ആൽവിയോളി. ദെൻ ബ്രോങ്കി വന്നിട്ട് ലങ്സിലേക്ക് ഇപ്പൊ എൻട്രി ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് ലങ്സ് ആണ് വരുന്നത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ് വരുന്നുണ്ട്. ഒരു കോണിക്കൽ ഷേപ്പിലായിട്ടാണ് ലങ് വരുന്നത്. അതിന്റെ അപ്പർ പാർട്ട്, അതായത് കോണിക്കൽ ഷേപ്പ് വരുമ്പോൾ ആ കോണിന്റെ അപ്പർ പാർട്ട് ക്ലാവിക്കളിന്റെ കുറച്ച് മുകൾ പോർഷൻ അവിടെ വരെ വരുന്നുണ്ട് ലങ്ങിന്റെ എക്സ്റ്റൻഷൻ. ദെൻ താഴെ ബേസ് വന്നിട്ട് ഡയഫ്രത്തിന്റെ മുകളിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അപ്പർ പാർട്ട് ക്ലാവിക്കളിന്റെ മുകളിൽ വരെ വരുന്നുണ്ട്. അതിന്റെ ബേസ് പോർഷൻ വന്നിട്ട് ഡയഫ്രത്തിന്റെ മുകളിലായിട്ടായിരിക്കും വരുന്നത്. ഷേപ്പ് കോണിക്കലാണ്. വെയിറ്റ് എബൌട്ട് 600 to 700 grams ആണ് വെയിറ്റ് വരുന്നത്. ലെങ്ത് ഈസ് എബൌട്ട് 20 to 24 centimeter. ഒരു പിങ്കിഷ് ഷെയ്ഡാണ് കളർ വരുന്നത്. ലങ്സ് പറഞ്ഞ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ് ഉണ്ട്. ഇനി ഈ ലങ്സിനെ ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ലങ് നോക്കുമ്പോഴത്തേക്കും 3 ലോബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് ലങ്ങിനെ 2 ലോബായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പം റൈറ്റ് ലങ്ങിന് എത്ര ലോബ്സ് ആണ്? 3 ലോബ്സ് ആണ് റൈറ്റ് ലങ്ങിന് വരുന്നത്. ലെഫ്റ്റ് ലങ്ങിന് 2 ലോബ്സ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു വര പോലുള്ള വരുന്ന അതിനാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. ആ ഡിവൈഡ് ചെയ്യുന്ന പോർഷനാണ് ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ ലെഫ്റ്റ് ലങ്ങിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒരു ഫിഷർ വന്നിട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് ലങ്ങിൽ എത്ര ഫിഷർ ഉണ്ട്? ഒരു ഫിഷർ. എത്ര ലോബ്സ് ആണ് ലെഫ്റ്റ് ലങ്ങിന്? 2 ലോബ്സ്. സോ അപ്പൊ റൈറ്റ് ലങ്ങിലേക്ക് വരുമ്പോൾ അവിടെ 2 ഫിഷർ വന്നിട്ട് റൈറ്റ് ലങ്ങിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ലങ്ങിന് 2 ഫിഷറും 3 ലോബ്സും ആണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ലങ്ങിൽ ആ ഒരു ഫിഷറിനെ പറയുന്ന പേര് ഒബ്ലീക്ക് ഫിഷർ. ഒബ്ലീക്ക് ഫിഷർ ഡിവൈഡ്സ് ലെഫ്റ്റ് ലങ് ഇൻടു 2 ലോബ്സ്. ഏതൊക്കെയാണ് ലോബ്സ് എന്ന് നോക്കാം. സുപ്പീരിയർ ലോബ്, ഇൻഫീരിയർ ലോബ്. അപ്പോൾ ഒബ്ലീക്ക് ഫിഷർ വന്ന് ലെഫ്റ്റ് ലങ്ങിനെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ലോബ് അങ്ങനെ 2 ലോബായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഹൊറിസോണ്ടൽ ഫിഷർ ആൻഡ് ഒബ്ലീക്ക് ഫിഷർ, ഇങ്ങനെ 2 ഫിഷർ വന്നിട്ട് റൈറ്റ് ലങ്ങിനെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയറും അതിൻ്റെ നടുക്കൊരു മിഡിൽ ലോബും അങ്ങനെ 3 ലോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലങ്ങിനെ വീണ്ടും ലോബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ലങ്ങിന് എത്ര ലോബ്സ് ആണ്? 3 ലോബ്സ്. ലെഫ്റ്റ് ലങ്ങിന് 2 lobes. 2 ലോബ്സ്. ഓക്കെ, ഇപ്പൊ റൈറ്റ് ലങ്ങിന് ഫിഷേഴ്സ് ഏതൊക്കെയാണ്? Horizontal and oblique fish. ഹൊറിസോണ്ടൽ ഫിഷറും ഒബ്ലിക് ഫിഷറും ആണ് റൈറ്റ് ലങ്ങിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ഒബ്ലിക് ഫിഷർ ആണ് ലെഫ്റ്റ് ലങ്ങിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ലങ്ങിനിടയിലുള്ള ആ ഒരു സ്പേസ്, ലങ്സിന്റെ കവറിങ് ഏതാണ്? പ്ലൂറ. അപ്പൊ ലങ്സിന്റെ കവറിങ് പ്ലൂറയാണ്. പ്ലൂറ വീണ്ടും 2 ലെയറുകളുണ്ട് പുറത്ത്. ഔട്ടർ ലെയർ പെരൈറ്റൽ ലെയറും ഇന്നർ ലെയർ വിസറൽ ലെയർ, അങ്ങനെ 2 ലെയറായിട്ട് പ്ലൂറയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലങ്ങിന്റെ കവറിങ് എന്ന് പറയുന്നത് പ്ലൂറയെ വീണ്ടും 2 ലെയറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ പെരൈറ്റലും ഇന്നർ വിസറലും. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഈ ലങ്സിന് ഇടയിൽ കാണുന്ന ഒരു സ്പേസ് ഇല്ലേ, നടുക്ക് കാണുന്ന ഒരു സ്പേസ്, അങ്ങനെ 2 ലങ്ങിനിടയിൽ, അതെ, മീഡിയസ്റ്റിനം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ലങ്സിന് ഇടയിൽ വരുന്ന ആ ഒരു പോർഷൻ അല്ലെങ്കിൽ സെന്റർ പോർഷനെ പറയുന്ന പേരാണ് മീഡിയാസ്റ്റിനം. 2 ലങ്ങിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടാണ് എന്താണ് അതിന് പറയുന്നത്? മീഡിയാസ്റ്റിനം. ഇൻ ബിറ്റ്വീൻ ഇതിന്റെ നടുക്കായിട്ട് ഹാർട്ടും വരുന്നുണ്ട്. ആ ഒരു നോച്ച് കാണിച്ചിട്ടുണ്ട് ലെഫ്റ്റ് ലങ്ങിൽ, കാർഡിയാക് നോച്ച് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് ഹാർട്ട് വരുന്നത്. ഇത്രയും വരെയാണ് നമ്മൾ ഗേഷ്യസ് എക്സ്ചേഞ്ചിൽ ആ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നോസിന്ന് തുടങ്ങി നോസ്, നീസൽ ക്യാവിറ്റി, അവിടുന്ന് ഫാരിങ്സിന്റെ പാർട്സ് ഏതൊക്കെയായിരുന്നു? Nasopharynx, ലാരിഞ്ച്, ഫാരിങ്സ്. പാലറ്റൈൻ ടോൺസിൽ എവിടെയായിരുന്നു കാണുന്നത്? പാലറ്റൈൻ ടോൺസ്, oropharynx. ഓറോഫാരിങ്സ്. ഓക്കെ, ദെൻ ഫാരിങ്സിന്ന് നെക്സ്റ്റ് ലാരിങ്സ്. ലാരിങ്സിന്ന് അടുത്ത പാർട്ട് ഏതായിരുന്നു?
ട്രക്കിയ. ട്രക്കിയ. ട്രക്കിയ ഡിവൈഡ് ചെയ്യുന്ന ഏത് ലെവലാണ്? T5. T5 ഡിവൈഡ് ചെയ്തിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പ്രൈമറി ബ്രോങ്കി ആയിട്ട് മാറും. ഇതിന്റെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആലോചിക്കുക, റൈറ്റും ലെഫ്റ്റും തമ്മിലുള്ള. അവിടെ നിന്ന് പിന്നെ ബ്രോങ്കിയോൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ബ്രോങ്കിയോൾസ് ഫൈനലി എൻഡ്സ് ഇൻ ആൽവിയോളി. പ്രോപ്പറായിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടെയാണ്? ആൽവിയോളി. ആൽവിയോളയിലാണ്. ദെൻ ലങ്സ്, ആൽവിയോളക്ക് വേറൊരു പേരും കൂടെ പറഞ്ഞായിരുന്നു. എയർ സാക്സ്, എയർ സാക്ക്. ഓക്കെ. ദെൻ ലങ്സിന്റെ ഷേപ്പ്, വെയിറ്റ് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ലോബ്സ്, എത്ര ഫിഷേഴ്സ് ആണ്, എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, റൈറ്റിൽ എത്ര ലോബ് ഉണ്ട്, ലെഫ്റ്റിൽ എത്ര ലോബ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഒരു സെക്ഷൻ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പൊ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ലങ്സിനെ ഇങ്ങനെ ലോബുകളായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, റൈറ്റില് 3 ലോബ്, ലെഫ്റ്റില് 2 ലോബ്, അങ്ങനെ ലോബുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ ലോബിനെയും വീണ്ടും ചെറിയ ചെറിയ സെഗ്മെന്റുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓരോ സെഗ്മെന്റിലേക്കും ഓരോ ബ്രോങ്കിയോളും പോകുന്നുണ്ട്, അതുപോലെ ഒരു ബ്ലഡ് വെസലും പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പോർഷൻ, ലങ്ങിന്റെ ഒരു ചെറിയ പോർഷൻ, അങ്ങോട്ടത്തേക്ക് ഒരു ബ്രോങ്കസ് സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആർട്ടറി, ഒരു ബ്ലഡ് വെസൽ സപ്ലൈ പോകുന്നുണ്ട്. അത് രണ്ടുമുള്ള ലങ്ങിന്റെ ചെറിയ ഒരു പോർഷനെയാണ് നമ്മൾ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് എന്ന് പറയുന്നത്. എ പോർഷൻ ഓഫ് ലങ് സപ്ലൈഡ് ബൈ ഇറ്റ്സ് ഓൺ ബ്രോങ്കസ് ആൻഡ് ആർട്ടറി. അതിന് സ്വന്തമായിട്ടൊരു ആർട്ടറി ഉണ്ട്, ഈ ബ്രോങ്കയുടെ ഒരു ചെറിയ ഡിവിഷനും സ്വന്തമായിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഉള്ള ആ ചെറിയ പോർഷനെയാണ് ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കണം. റൈറ്റിലും ലെഫ്റ്റിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് വരുന്നത്. ലോബുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഈ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് ഏകദേശം സെയിം ആയിട്ടാണ് നമ്പർ വരുന്നത്. പിന്നെ ആ ഒരു മിഡിൽ ലോബിൽ വരുന്നിടത്ത് മാത്രം ഒരു പേരിൽ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. റൈറ്റിൽ നോക്കുക, റൈറ്റില് എപ്പിക്കൽ, പോസ്റ്റീരിയർ, ആന്റീരിയർ, ഇത്രയാണ് റൈറ്റില് അപ്പർ ലോബിൽ വരുന്ന സെഗ്മെന്റ്സ്. എപ്പിക്കൽ സെഗ്മെന്റ്, പോസ്റ്റീരിയർ സെഗ്മെന്റ് ആൻഡ് ആന്റീരിയർ സെഗ്മെന്റ്, ഇത്രയാണ് റൈറ്റില് അപ്പർ ലോബിൽ വരുന്ന സെഗ്മെന്റ്സ്. ദെൻ മിഡിൽ ലോബ്, റൈറ്റില് 3 ലോബല്ലേ ഉള്ളത്. മിഡിൽ ലോബിലേക്ക് വരുമ്പോൾ അവിടെ ലാറ്ററൽ സെഗ്മെന്റ്, മീഡിയൽ സെഗ്മെന്റ്. ദെൻ ഇൻറ്റീരിയർ ലോബിലേക്ക് വരുമ്പോൾ ആന്റീരിയർ ബേസൽ, ലാറ്ററൽ ബേസൽ, പോസ്റ്റീരിയർ ബേസൽ. ദെൻ അത് കൂടാതെ സുപ്പീരിയർ, മീഡിയൽ ബേസൽ, ഇത് ബാക്കിലേക്ക് വരുന്ന ആ 2 സെഗ്മെന്റും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് റൈറ്റ് സൈഡിൽ വരുന്ന സെഗ്മെന്റ്സ്. ഈ പേരൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇപ്പൊ എപ്പിക്കൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് ആണ്. അത് അപ്പെക്സില്, അങ്ങനെ ഏറ്റവും അപ്പർ പാർട്ടിലായിട്ട് വരുന്ന സെഗ്മെന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഇത്രയാണ് റൈറ്റിലെ സെഗ്മെന്റ്സ് വരുന്നത്. ലെഫ്റ്റിലും ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പർ പാർട്ടിൽ എപ്പിക്കൽ വരുന്നുണ്ട്, പോസ്റ്റീരിയർ, ആന്റീരിയർ വരുന്നുണ്ട്. ദെൻ അപ്പർ ലോബിന്റെ തന്നെ താഴെ പോർഷൻ, അതായത് റൈറ്റിന്റെ മിഡിൽ ലോബിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റിൽ വരുന്ന റീജിയനിൽ ആ 2 സെഗ്മെന്റിനെ പറയുന്ന പേര് സുപ്പീരിയർ ലിംഗ്വൽ സെഗ്മെന്റ് ആൻഡ് ഇൻഫീരിയർ ലിംഗ്വൽ സെഗ്മെന്റ്. അപ്പൊ ഈ സുപ്പീരിയർ ലിംഗ്വൽ സെഗ്മെന്റും ഇൻഫീരിയർ ലിംഗ്വൽ സെഗ്മെന്റും ലെഫ്റ്റ് ലങ്ങിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, സുപ്പീരിയർ ലിംഗ്വൽ സെഗ്മെന്റ്, ഇൻഫീരിയർ ലിംഗ്വൽ സെഗ്മെന്റ്. ദെൻ താഴെ ലോവറിൽ സെയിം ആണ്, സുപ്പീരിയർ, മീഡിയൽ ബേസൽ, ആന്റീരിയർ ബേസൽ, ലാറ്ററൽ ബേസൽ, പോസ്റ്റീരിയർ ബേസൽ, ഇത്രയും സെഗ്മെന്റ്സ് ആണ് ലോവർ ലോബിലായിട്ട് വരുന്നത്. ഇത്രയും സെഗ്മെന്റ്സ്, ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് ലങ്സിൽ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ആ ഒരു ഡിഫറൻസ് വരുന്നത് മിഡിൽ ലോബിൽ, റൈറ്റ് ലെഗിന്റെ മിഡിൽ ലോബിൽ ലാറ്ററൽ ആൻഡ് മീഡിയൽ സെഗ്മെന്റ് ആണ് വരുന്നത്. ലെഫ്റ്റ് ലെഗിന്റെ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ഥലത്ത്, അതായത് ലെഫ്റ്റ് ലെഗിൽ മിഡിൽ ലോബ് ഇല്ല, അപ്പർ ലോബിന്റെ താഴ് പോർഷനിലായിട്ട് വരുന്നത്, ലോവർ പോർഷനിലായിട്ട് വരുന്ന അപ്പർ ലോബിന്റെ ലോവർ പാർട്ടിലായിട്ട് വരുന്ന ആ 2 സെഗ്മെന്റ്സ്, സുപ്പീരിയർ ലിംഗ്വൽ സെഗ്മെന്റ് ആൻഡ് ഇൻഫീരിയർ ലിംഗ്വൽ സെഗ്മെന്റ്, ആ 2 സെഗ്മെന്റും ലെഫ്റ്റ് സൈഡിലാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് ക്ലിയർ ആണോ? ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് റിപ്പീറ്റ് ചെയ്യണോ ഒന്നുകൂടെ? ഓക്കെ.
കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ ബ്രോങ്കോ പൾമണറി സെഗ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? എന്തെങ്കിലും ലങ്സിന് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഒക്കെ വരുന്ന സമയത്ത് ഈ ഈ സെഗ്മെന്റ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെന്റ് മാത്രമായിട്ട് സർജിക്കലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കി പോർഷന് കുഴപ്പമൊന്നും ഇല്ലാതെ ഒരുവിധം നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാനും പറ്റും. ആ സെഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്ത് അത്രയും പോർഷൻ മാത്രം റിമൂവ് ചെയ്യുക. അതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബ്രോങ്കോ പൾമണറി സെഗ്മെന്റിന്റെ. ഇതും കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ്സ് ആർ അനാറ്റമിക്കൽ, ഫങ്ഷണൽ ആൻഡ് സർജിക്കൽ യൂണിറ്റ് ഓഫ് ലങ്സ്. ഇത് മൂന്നും പറയാം. അനാറ്റമിക്കൽ, ഫങ്ഷണൽ ആൻഡ് സർജിക്കൽ യൂണിറ്റ് ഓഫ് ലങ്സ് ആണ് ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് സപ്ലൈഡ് ബൈ ഇറ്റ്സ് ഓൺ ബ്രോങ്കസ് ആൻഡ് ആർട്ടറി. ഓക്കെ, റെസ്പിറേറ്ററി സിസ്റ്റം ക്ലിയർ ആണോ? ബ്രോങ്കോ പൾമണറി സെഗ്മെന്റ് വരെ സ്കിൻ ലെയേഴ്സ് പറയട്ടെ. റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, എന്താണ് ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യാത്തത്? പറയൂ. ഓക്കെ. അപ്പോൾ ലെയേഴ്സ് ഓഫ് സ്കിൻ പറയട്ടെ. മറ്റേ റെസ്പിറേറ്ററി സിസ്റ്റം ഓക്കെ ആണല്ലോ അല്ലേ? സ്കിന്ന് റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധമൊന്നുമില്ല. ചെറിയൊരു ടോപ്പിക് ആയതുകൊണ്ട് ഇവിടെ ഇട്ടെന്നേ ഉള്ളേ. ഇപ്പോൾ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിങ് ആണല്ലേ സ്കിൻ. സ്കിന്നിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊട്ടക്ഷൻ ആണല്ലേ. ബാക്കി അടിയിലേക്ക് അണ്ടർലൈൻ വരുന്ന സ്ട്രക്ചേഴ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കിന്നിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിന്നിന്റെ ലെയേഴ്സ് ആണ് നോക്കുന്നത്. നമുക്ക് ഏറ്റവും ജനറലായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് ഹൈപ്പോഡെർമിസ്. എപ്പിഡെർമിസ്, ഡെർമിസ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഹൈപ്പോഡെർമിസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് ലെയർ ആണ് വരുന്നത്. അതിന് താഴത്തേക്കാണ് മസിൽ ലെയർ വരുന്നത്. സോ അപ്പോൾ സ്കിന്നിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലെയേഴ്സ്, ഔട്ടർ മോസ്റ്റ് വരുന്ന എപ്പിഡെർമിസ്, ദെൻ അതിന് അടിയിലേക്ക് വരുന്ന ഡെർമിസ്. ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ലെയേഴ്സ് എന്ന് പറയുന്നത്. എപ്പിഡെർമിസ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. അപ്പോൾ അതാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. സ്കിന്നിൽ തന്നെ എപ്പിഡെർമിസ് ആണ് പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ എപ്പിഡെർമിസിന് താഴത്തേക്ക് വരുന്ന ഡെർമിസ്. ഡെർമിസിലാണ് ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഹെയർ ഫോളിക്കിൾസ് അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ വരുന്നത്. സോ അപ്പോൾ എപ്പിഡെർമിസ് പ്രൊട്ടക്ഷൻ, ഡെർമിസിൽ ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഡെർമിസിലേക്കാണ് വരുന്നത്. ദെൻ ഹൈപ്പോഡെർമിസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് ലെയർ ആണ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത്. ഇനി എപ്പിഡെർമിസിനെ തന്നെ വീണ്ടും ഒരു 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റം കോർണിയം, സ്ട്രാറ്റം ല്യൂസിഡം, സ്ട്രാറ്റം ഗ്രാനുലോസം, സ്ട്രാറ്റം സ്പൈനോസം, സ്ട്രാറ്റം ബേസൽ. ഇങ്ങനെ ഒരു 5 സബ് ലെയേഴ്സ് എപ്പിഡെർമിസിന് വീണ്ടും വരുന്നുണ്ട്. ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നതാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത്. അപ്പം അത് ഈ കോർണിയം ഉണ്ടാക്കിയിരിക്കുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ വെച്ചിട്ടാണ്. കെരാറ്റിൻ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ സ്ട്രക്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കിന്നിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ കെരാറ്റിൻ പ്രോട്ടീൻ ആണ്. കെരാറ്റിൻ കാണുന്നത് ഏത് ലെയറിലാണ്? എപ്പിഡെർമിസിൽ തന്നെ സ്ട്രാറ്റം കോർണിയം. ഓപ്ഷനിൽ വീണ്ടും സബ് ലെയേഴ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക. സ്ട്രാറ്റം കോർണിയം ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം.
അപ്പോൾ സ്ട്രാറ്റം കോർണിയത്തിലാണ് കെരാറ്റിൻ വരുന്നത്. ദെൻ അതിന് താഴത്തേക്ക് വരുന്ന അടുത്ത ലെയറാണ് സ്ട്രാറ്റം ലൂസിഡം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ തിക്കായിട്ടുള്ള, അതായത് പാംസ്, സോൾസ്, കൈയുടെ കാലിന്റെ പാദത്തിൽ കാണുന്നതാണ് ഈ സ്ട്രാറ്റം ലൂസിഡം എന്ന് പറയുന്ന ലെയർ. അടുത്ത അതിന്റെ താഴത്തേക്ക് സ്ട്രാറ്റം ഗ്രാനുലോസം. അപ്പോൾ അവിടെ കെരാറ്റിനോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ്, ഈ കെരാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെരാറ്റിനോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് കാണുന്നത് സ്ട്രാറ്റം ഗ്രാനുലോസത്തിലാണ്. ദെൻ അതിന് താഴത്തേക്ക് സ്ട്രാറ്റം സ്പൈനോസം. സ്കിന്നിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്ട്രാറ്റം സ്പൈനോസം. അതുപോലെ പ്രൊട്ടക്ടിങ് ദ ബോഡി ഫ്രം ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് സ്ട്രാറ്റം സ്പൈനോസം ആണ്. ഏറ്റവും താഴത്തെ ലെയർ ആണ് സ്ട്രാറ്റം ബേസൽ. ഡീപ്പസ്റ്റ് ലെയർ ഓഫ് എപ്പിഡെർമിസിസ് സ്ട്രാറ്റം ബേസൽ. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് സ്ട്രാറ്റം ബേസലിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറയാമോ? മെലാനോസൈറ്റ്സ് കേട്ടിട്ടുണ്ടോ? മെലാനോസൈറ്റ്സ് സ്കിന്നിന് കളർ കൊടുക്കുന്നത്. അത് കളർ കൊടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്, ആ പിഗ്മെന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ആണ് മെലാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ മെലാനോസൈറ്റ്സ് കാണുന്നത് സ്ട്രാറ്റം ബേസലിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയർ ഏതായിരുന്നു? സ്ട്രാറ്റം കോർണിയം. സ്ട്രാറ്റം കോർണിയത്തിലാണ് കെരാറ്റിൻ പ്രോട്ടീൻ വെച്ചിട്ടാണ് സ്ട്രാറ്റം കോർണിയം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് താഴത്തേക്ക് സ്ട്രാറ്റം ലൂസിഡം. അത് കൂടുതലായിട്ട് കാണുന്ന ഈ തിക്കായിട്ട് സ്കിൻ കാണുന്ന പാംസിൽ, സോൾസിലൊക്കെ ആയിരിക്കും സ്ട്രാറ്റം ലൂസിഡം വരുന്നത്. ദെൻ സ്ട്രാറ്റം ഗ്രാനുലോസം, പിന്നെ സ്ട്രാറ്റം സ്പൈനോസം. അത് രണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്ട്രാറ്റം ബേസിൽ, ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് വരുന്ന ലെയർ ആണ്. അവിടെയാണ് മെലാനോസൈറ്റ്സ്, മെലാനിൻ പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനോസൈറ്റ്സ് കാണുന്നത് സ്ട്രാറ്റം ബേസിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എപ്പിഡെർമിസിന്റെ ലെയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ എപ്പിഡെർമിസിന്റെ താഴെ, എപ്പിഡെർമിസിനും അടിയിൽ കുറച്ചുകൂടെ ഇന്നറായിട്ട് വരുന്ന ലെയറാണ് ഡെർമിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെർമിസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് വെസൽസ്, നെർവ്സ് പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ വരുന്നത് ഡെർമിസിലാണ്. അത് കൂടാതെ 2 ഗ്ലാൻസ് ഈ ഡെർമിസിൽ വരുന്നുണ്ട്. സ്വെറ്റ് ഗ്ലാൻഡ്, സെബേഷ്യസ് ഗ്ലാൻഡ്. അതായത് സ്കിന്നിന്റെ സെക്രീഷൻസ് ആണ് ഈ സ്വെറ്റും സെബവും. സെബോ എന്ന് പറയുന്ന ഒരു ഗ്രീസി സെക്രീഷൻ. അപ്പോൾ ആ ഒരു സെബവും സ്വെറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്വെറ്റ് ഗ്ലാൻഡ്സും സെബേഷ്യസ് ഗ്ലാൻഡ്സും എവിടെയാണ് കാണുന്നത്? ഡെർമിസിലാണ് സ്വെറ്റ് ഗ്ലാൻഡ്സും സെബേഷ്യസ് ഗ്ലാൻഡ്സും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെയേഴ്സ് ഓഫ് സ്കിൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ സിലബസിൽ. അപ്പോൾ അത് ജനറലി നമ്മൾ 3ആയിട്ട് പറയും: ഡെർമിസ്, എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് വരുന്നത് എപ്പിഡെർമിസ്. ദെൻ എപ്പിഡെർമിസിനെ തന്നെ വീണ്ടും 5ആയിട്ട് സബ് ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: സ്ട്രാറ്റം കോർണിയം, ലൂസിഡം, ഗ്രാനുലോസം, സ്പൈനോസം, ബേസൽ. ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ബേസയിലാണ്. അവിടെയാണ് മെലനോസൈറ്റ്സ് കാണുന്നത് എന്നുള്ളത് ആലോചിക്കുക. ദെൻ ഡെർമിസിലാണ് ബ്ലഡ് വെസൽസ്, നെർവ്സ് ഒക്കെ വരുന്നത്. ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഉള്ളത് ഡെർമിസിലാണ്. ആ ഒരു ഫിഗറിൽ കാണാൻ പറ്റുമോ? ഹെയർ ഫോളിക്കിൾസ്, ഹെയർ ഒറിജിൻ ചെയ്തിരിക്കുന്ന ഡെർമിസിൽ നിന്നാണ്. അവിടുന്ന് മുകളിലേക്ക് എപ്പിഡെർമിസിൽ നിന്ന് വന്ന് പുറത്തേക്ക് നിൽക്കുന്നതാണ് ഹെയർ ഫോളിക്കിൾസും ഡെർമിസിലാണ് വരുന്നത്. അതുകൂടാതെ സ്വെറ്റ് ഗ്ലാൻഡും സെബേഷ്യസ് ഗ്ലാൻഡും ഡെർമിസിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഹൈപ്പോഡെർമിസ് എന്ന് പറയുന്നത് ഫാറ്റിന്റെ ലെയറാണ്. സ്കിന്നിന്റെ ലെയേഴ്സ് ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. അപ്പോൾ ഇതുവരെ ക്ലിയർ ആണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കാമല്ലോ അല്ലേ? യെസ്. The first question: dash is located between 2 pleural sacs and is the central compartment of the thoracic cavity. 2 പ്ലൂറൽ സാക്കിന്റെ നടുക്കായിട്ട് വരുന്ന പോർഷൻ മീഡിയാസ്റ്റിനം. Next question: which of the following are parts of the human respiratory system? Option D. All of the above. Okay, ഡയഫ്രം റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്ടാണോ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ്.
ഡയഫ്രം റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഫിസിയോളജിയിൽ മെക്കാനിസം ഫോർ റെസ്പിറേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. യെസ്. ഇൻസ്പിറേറ്ററി മസിൽസ്, എക്സ്പിറേറ്ററി മസിൽസ് ഒക്കെ എടുത്തു മാം. ഡയഫ്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്. ഡയഫ്രം ഈസ് ഓൾസോ പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഡയഫ്രത്തിന്റെ ഒരു മൂവ്മെന്റ് വന്നിട്ടാണ് ലങ്സിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈനി എയർ സാക്സ് പ്രസന്റ് ഇൻ ഹ്യൂമൻ ലങ്സ് ഈസ് കോൾഡ് ആൽവിയോളി. alveoli. Next question, which one of the following statement is false about trachea? First statement has C-shaped ribs. True or false? True. 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 It is covered by epiglottis. True or false? False. 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 Okay. It is splits into the right and left lung. True. True. നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ബി ആണല്ലേ. ഇറ്റ് ഇസ് കവേർഡ് ബൈ എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്താണ്? Cartilage. കാർട്ടിലേജ്. എവിടുത്തെ കാർട്ടിലേജ് ആണ്? Larynx. ലാരിങ്സിന്റെ പാർട്ടാണല്ലേ എപ്പിഗ്ലോട്ടിസ്. വേറെ ഏതൊക്കെ കാർട്ടിലേജസ് ആയിരുന്നു ലാരിങ്സില്? അരറ്റിനോയിഡ്, തൈറോയിഡ്, കോർണിക്കുലേറ്റ്. ഇത് നമ്മൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ്, കാർട്ടിലേജ് വിച്ച് ക്ലോസസ് ഓഫ് ദ ലാരിങ്സ് ഡ്യൂറിങ് സ്വാലോയിങ്. എപ്പിഗ്ലോട്ടിസ്. Next, a superficial layer of skin is called Epidermis. epidermis. Which layer of the epidermis contains melanocytes? Atom. മെലനോസൈറ്റ്സ് എവിടെയാണ്? Stratum base. സ്ട്രാറ്റം ബേസ്. തിക്കായിട്ടുള്ള പോർഷൻസിൽ കാണുന്ന ഏതാണ്? പാംസില്, സോൾസിലൊക്കെ ഏത് ലെയറാണ്? Next, which layer of the skin provides protection against bacteria as well as chemical and mechanical injuries? Epidermis. Epidermis. Which gland discharge an oily secretion into hair follicle? Sebaceous glands. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെക്ഷൻ. എന്തെങ്കിലും ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. മാം, തിക്കായിട്ടുള്ള പോർഷൻസ് കാണുന്നത് അങ്ങനെ എന്തോ പറഞ്ഞില്ലേ? അതെന്തോ ഒന്നും കൂടെ പറയോ? നമ്മള് 5 ലെയറുകൾ, സബ് ലെയറുകൾ പറഞ്ഞില്ലേ സ്കിൻ എപ്പിഡെർമിസിന്റെ. അതിനകത്ത് ഈ സെക്കൻഡ് ലെയർ, അതായത് ഏറ്റവും മുകളിലായിട്ട് സ്ട്രാറ്റം കോർഡിയം, അതിൽ താഴെ വരുന്ന സ്ട്രാറ്റം ലൂസിഡം. അപ്പൊ ഈ ലൂസിഡം മിക്കവാറും ഈ തിക്കസ് ആയിട്ട് വരുന്ന പാംസ്, സോൾസ് ഒക്കെ അവിടുത്തെ വരുന്ന സ്കിന്നിലാണ് കൂടുതലായിട്ടും ഈ സ്ട്രാറ്റം ലൂസിഡം കാണുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാൻ ആരോ മെസ്സേജ് ഇട്ടേക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയാം.
ക്ലിയർ ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ക്ലിയർ ആയി. ഓക്കെ. ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഓക്കെ, മീഡിയാസ്റ്റം. മനസ്സിലായി. ഇൻ ബിറ്റ്വീൻ ലങ്സ് എന്ന് ചോദിച്ചാലും ഇൻ ബിറ്റ്വീൻ പ്ലൂറൽ സാക്ക് എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയല്ലേ? ഓക്കെ. മീഡിയാസ്റ്റമാണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അല്ല, സെക്കൻഡ് ലാസ്റ്റ്. സെക്കൻഡ് ലാസ്റ്റ്. പ്രൊട്ടക്ഷൻ ഏത് ലെയർ ആണെന്നാണ് ക്വസ്റ്റ്യൻ. അതും കൂടെ. Which layer provides protection against bacteria as well as chemical and mechanical injuries? അതായത് എക്സ്റ്റേണൽ സ്റ്റിമുലസുകളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഏത് ലെയർ ആയിരിക്കും? സ്കിന്നിന്റെ ഏറ്റവും പുറമേ വരുന്ന ലെയർ ആയിരിക്കും അല്ലേ? എപ്പിഡെർമിസ് ആണ് ആൻസർ. ഡയഫ്രത്തിന്റെ കാര്യങ്ങളൊന്ന് പറയാമോ? മസിലല്ല. ഡയഫ്രം നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണെന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡയഫ്രം അതിനകത്തൊരു ഓപ്ഷൻ, അത് വേണമെങ്കിൽ നമുക്ക് തെറ്റ് വരാം, അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടത്. ഡയഫ്രം ശരിക്കും അത് ഫിസിയോളജിയിൽ കറക്റ്റായിട്ട് അത് പറയുന്നുണ്ട്. റെസ്പിറേഷൻ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ എന്ന് പറയുന്ന ആ രണ്ട് പ്രോസസ്സാണ്. അപ്പോൾ ഈ ഡയഫ്രം മൂവ് ചെയ്തിട്ടാണ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് ലങ്സിന് എയർ അകത്തേക്ക് എടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കൂലേ, അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോൾ ഡയഫ്രം അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ. നമ്മൾ ഇൻസ്പയർ ചെയ്യുമ്പോഴായാലും എക്സ്പയർ ചെയ്യുമ്പോഴായാലും ഡയഫ്രം കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് ആ ഒരു പ്രോസസ്സ് അവിടെ സാധ്യമാക്കി തരുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഭാഗമാണോ? മസിൽസ് ഓഫ് റെസ്പിറേഷനകത്ത് വരും ഡയഫ്രം. മെയിൻ മസിൽ ഓഫ് റെസ്പിറേഷൻ ആണോ? ഓക്കെ. മസിൽസ് ഓഫ് റെസ്പിറേഷനകത്ത് നമ്പർ 1 ഡയഫ്രം ആണ്. അതുകൊണ്ട് തന്നെ അതും അതിനകത്ത് വരും. എയർ പാസേജിന്റെ ഒരു പാർട്ടാണോ എന്ന് ചോദിച്ചാൽ ക്ലിയർ ആയിട്ട് നമുക്ക് അല്ലെന്ന് പറയാം. അപ്പർ റെസ്പിറേറ്ററി ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനകത്ത് വരത്തില്ല, ആ ട്രാക്റ്റിൽ വരത്തില്ല, പക്ഷെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരും. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ ലോവർ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ വരത്തില്ല. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ മസിൽസ് ഓഫ് റെസ്പിറേഷനകത്ത് ഡയഫ്രം വരും. വേറെ 1-2 കുറച്ച് മസിൽസ് കൂടെ ഉണ്ട്, നമ്മുടെ ചെസ്റ്റ് മസിൽസ് ഒക്കെ വരും. പക്ഷേ മസിൽസ് ഓഫ് റെസ്പിറേഷനകത്ത് ഏറ്റവും പ്രധാനം ഡയഫ്രം തന്നെയാണ്. അത് നമ്മൾ റെസ്പിയർ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. ഓക്കെ.